പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഒരു ദിവസത്തിൻ്റെ എല്ലാ സമയത്തിനും അതിൻ്റേതായ മനോഹാരിത ഉണ്ട് എങ്കിൽ പോലും പ്രഭാതത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. രാത്രിയിലെ ഇരുട്ടെല്ലാം കഴിഞ്ഞ് നേരം പ്രഭാതമായി വരുമ്പോഴേക്ക് ഭൂമിയുടെ മനോഹാരിത ഏറ്റവും ഹൃദ്യമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഈ പ്രഭാത സമയം. ഏകദേശം 5:30 മണി മുതൽ ആ ഇരുളിൻ്റെ ഗാഢത സാവധാനത്തിൽ കുറഞ്ഞു വരികയും നേരിയ തോതിൽ പ്രകാശം പരക്കുകയും ചെയ്തു വരുമ്പോൾ അന്തരീക്ഷം അപ്പാടെ മാറുകയാണ്. നമുക്ക് ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിക്കുന്ന സമയമാണ് ഈ പ്രഭാത സമയം. രാത്രിയിൽ നാം നന്നായി ഉറങ്ങിയതിന് ശേഷം പ്രഭാതമാകുമ്പോൾ സാവധാനത്തിൽ ഉണർന്നു വരുമ്പോൾ ആ പ്രകാശം സാവധാനത്തിൽ ഭൂമിയിലെല്ലാം പരക്കുന്നതായ സമയം ഒരു പ്രത്യേകതയുള്ള സമയം തന്നെയാണ്. ഒരു കുളിർമയുള്ളതായ സമയം. ചിലയിടങ്ങളിൽ പ്രഭാത സമയത്ത് നല്ല മഞ്ഞ് കാണാൻ സാധിക്കും. അത് പകലൊന്നും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ചിലയിടങ്ങളിൽ ഒരുപക്ഷെ കണ്ടെന്നു വരാം. എന്നാൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഈ പ്രഭാത സമയത്ത് മഞ്ഞ് കാണാൻ കഴിയും. അങ്ങനെ മഞ്ഞ് കാണുന്നതായ സമയം ഈ പ്രഭാതത്തിൻ്റെ ഏറ്റവും മനോഹാരിതയുള്ള സമയം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ മഞ്ഞുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ ധാരാളമായി വിനോദയാത്രകൾ പോകാറുള്ളത്. നമ്മുടെ കേരളത്തിലെ തന്നെ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലം വളരെ മനോഹരമാണ്. അടിമാലി മുതൽ മുകളിലേക്ക് പോകുമ്പോൾ മൂന്നാറിൻ്റെ മനോഹാരിത വളരെ ഭംഗിയായി ആസ്വദിക്കുവാൻ സാധിക്കും. കാരണം മിക്ക സമയങ്ങളിലും മഞ്ഞ് മൂടിക്കിടക്കുന്നു എന്നുള്ള ഒരേ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് സന്ധ്യയാകുമ്പോഴേക്ക് കോടമഞ്ഞിൻ്റെ സാന്നിധ്യം, പ്രഭാതമാകുമ്പോൾ മഞ്ഞ് സാവധാനം മാറുന്ന കാഴ്ച, ഇതെല്ലാം നമ്മെ വല്ലാതെ ആകർഷിക്കുന്നതാണ്. കേരളത്തിൽ തന്നെ പലയിടങ്ങളിലും ഇങ്ങനെയുള്ള മഞ്ഞിറങ്ങുന്നതായ സ്ഥലങ്ങളുണ്ട്, വളരെ മനോഹരങ്ങളായ സ്ഥലങ്ങൾ. തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ അവിടെയും നല്ല മനോഹരങ്ങളായ സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് കൊടൈക്കനാലോ ഊട്ടിയോ ഒക്കെ നാം ചെല്ലുമ്പോൾ എല്ലാ സമയത്തും അവിടെ മഞ്ഞുണ്ട് എന്നുള്ളത് ആ ഭൂമിയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായിരുന്നാലും പ്രഭാത സമയങ്ങൾ സന്തോഷത്തിൻ്റെ സമയങ്ങളായി മാറുന്നു. രാത്രിയിലെ ഇരുട്ടിൻ്റെ ഭയാനകത മാറിയിട്ട് പ്രഭാതമാകുമ്പോഴേക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും അതേപോലെ തന്നെ അന്തരീക്ഷത്തിനും എല്ലാം ഒരു കുളിർമയുള്ള പ്രഭാതമായി മാറുന്നു. അതുകൊണ്ട് സന്തോഷത്തിൻ്റെ സമയമായി മാറുന്നു എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് 30-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 5-ാം വാക്യത്തിൽ, സന്ധ്യയിങ്കൽ കരച്ചൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. നേരം സന്ധ്യയാകുമ്പോൾ നമ്മുടെ മനസ്സിൽ അനേക ചിന്താകുലങ്ങൾ, അനേക പ്രയാസങ്ങൾ, അനേക കാര്യങ്ങൾ ഓർത്ത് നമ്മുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ നാം ഇന്ന് രാവിലെ കേട്ട ആ പാട്ടിൽ പാടുന്നത് പോലെ സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷം ഉഷസ്സിങ്കലും. എത്ര ഹൃദ്യമായ വരികളാണത്! എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാവണം. എല്ലാവർക്കും ഈ സന്തോഷം ഉണ്ടാകണമെന്നില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, അത്യുന്നതനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ സാധിക്കുന്നവർക്ക് ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷമുണ്ടാകുന്നു.
ഹൃദയത്തിലെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതെല്ലാം മാറിപ്പോയിട്ട് പ്രഭാതത്തിൽ മഞ്ഞുരുകുന്നത് പോലെ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിരാശകളും എല്ലാം മാറിപ്പോയിട്ട് പ്രഭാതകാലത്തിൽ ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടാകുന്നു. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ മധ്യത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്നത് ദൈവമക്കൾക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് 4-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ധാന്യവും വീഞ്ഞും ഒക്കെ വർദ്ധിക്കുമ്പോഴാണ് ലോക മനുഷ്യർക്ക് സന്തോഷം ഉണ്ടാവുക. അത് ലോകത്തിൻ്റെ സന്തോഷം തന്നെയാണ്. അത് പെട്ടെന്ന് അവസാനിച്ചു പോകുന്നതാണ്. ധാന്യവും വീഞ്ഞും ഇല്ലാതെയാകുമ്പോൾ ആ സന്തോഷം നഷ്ടപ്പെടുന്നു, അവരുടെ സമാധാനം നഷ്ടപ്പെടുന്നു, ഏറ്റവും വലിയ നിരാശയിലേക്ക് അവർ എടുത്തെറിയപ്പെടുന്നു. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം ഹൃദയത്തിൽ നൽകുന്ന സന്തോഷം ഏറ്റവും ഉന്നതമായ സന്തോഷമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന സന്തോഷമാണ്. കർത്താവിൻ്റെ തലോടൽ അനുഭവിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷമാണ്. കർത്താവ് നമ്മുടെ ഉള്ളിൽ ബലം നൽകി നമ്മെ ധൈര്യപ്പെടുത്തി നമുക്ക് നൽകുന്ന സന്തോഷമാണ്. കർത്താവിൻ്റെ സഹിത്വത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷമാണ്. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ഈ സന്തോഷം അളവറ്റതാണ് എന്ന് കാണുവാൻ സാധിക്കും. ദൈവമക്കൾക്ക് ദൈവം നൽകുന്ന സന്തോഷം എത്രയോ വിലയേറിയതാണ്. ഇന്ന് രാവിലെ ആ സന്തോഷം അനുഭവിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ഒന്നുകൊണ്ടും പരിതപിച്ചു പോകാതെ, ഒന്നുകൊണ്ടും നിരാശപ്പെടാതെ, ദൈവവചനത്തിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കുന്ന അവസരങ്ങളുണ്ടെങ്കിൽ പോലും പ്രഭാതത്തിൽ ഉഷസ്സിങ്കൽ ഏറ്റവും വലിയ ആനന്ദഘോഷം മനസ്സിലേക്ക് വരുന്നു. ഇന്ന് രാവിലെ ആ സന്തോഷത്തിനായി ദൈവം നമ്മെ ഒരുക്കിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ്. ജീവിതത്തിലെ എല്ലാ സമയത്തും സന്തോഷിക്കുവാൻ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. കഷ്ടതയുടെ മധ്യത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിലെ പ്രയാസങ്ങളുടെ മധ്യത്തിലും സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും, അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നാളുകളായി ഞാൻ കഷ്ടത അനുഭവിക്കുന്നു, ഒരുപാട് നാളുകളായി ഞാൻ വല്ലാത്ത വിഷമത്തിലൂടെ കടന്നു പോകുന്നു. ഇതേ സാഹചര്യത്തിൽ ദൈവദാസനായ മോശ എന്താണ് പറഞ്ഞത്? 90-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷേ കഴിഞ്ഞ ദീർഘനാളുകളായി സങ്കടത്തിലൂടെയോ നിരാശയിലൂടെയോ ബുദ്ധിമുട്ടിലൂടെയോ ഒക്കെ കഴിഞ്ഞുകൂടുന്നവരാണ് നിങ്ങളെങ്കിൽ ദൈവദാസനായ മോശ പറയുന്നത് പോലെ നാം ക്ലേശങ്ങൾ അനുഭവിച്ച, ബുദ്ധിമുട്ടനുഭവിച്ച, നിരാശ അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം അതിന് പകരമായി ദൈവം നമ്മെ സന്തോഷിപ്പിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകും എന്നുള്ളത് ഇന്ന് രാവിലെ വീണ്ടും നമ്മെ സന്തോഷിപ്പിക്കുവാൻ ഇടയാകട്ടെ. അതുകൊണ്ട് ഇന്ന് രാവിലെ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. കഷ്ടതയുടെ മധ്യത്തിലും പാട്ടുപാടുവാൻ ദൈവം തൻ്റെ മക്കളെ അനുവദിക്കുന്നു. പ്രയാസത്തിൻ്റെ മധ്യത്തിലും സന്തോഷിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കുന്നു. അതാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകുന്ന സന്തോഷം. ലോകത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ അസ്തമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകുന്ന ആ വിലയേറിയ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവനും ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുക്കമാണ് ഇന്നത്തെ ദിവസം മുഴുവനും നമ്മെ സന്തോഷത്തിൽ നിലനിർത്തുന്നത്. നമുക്കറിയാം, ഒരു ഓട്ടക്കളത്തിൽ റണ്ണിങ് റേസിനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ തുടക്കത്തിൻ്റെ അനുസരണമായിട്ടാണ് ആ ഓട്ടത്തിൽ അവർ വിജയികളോ പരാജിതരോ ആകുന്നത്. നമ്മുടെ പ്രഭാതങ്ങൾ സന്തോഷകരമായ തുടക്കമാവട്ടെ. അങ്ങനെ ഉഷസ്സിങ്കൽ നാം അനുഭവിക്കുന്ന ആനന്ദഘോഷത്തിൽ നിന്ന് നമ്മുടെ ദിവസങ്ങൾ ആരംഭിക്കട്ടെ. ഇന്നത്തെ ദിവസം പ്രത്യേകാൽ ഏറ്റവും സന്തോഷകരമാകട്ടെ, അനുഗ്രഹകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് സമ്മാനിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് രാവിലെ ഉണരുവാൻ ഞങ്ങളെ അനുവദിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ. വിവിധങ്ങളായ കാരണങ്ങളാൽ
സങ്കടത്തിലൂടെയോ ബുദ്ധിമുട്ടിലൂടെയോ നിരാശയിലൂടെയോ ഒക്കെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷമാക്കി അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യവും ക്ഷീണിതർക്ക് ആശ്വാസവും നൽകി വിശ്വാസത്തിൽ അവരെ ഉറപ്പിച്ച് ദൈവകരങ്ങളിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഇന്ന് രാവിലെ അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് ആവശ്യങ്ങൾ ഓർത്ത് വ്യാകുലപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അവിടുന്ന് സഹായിക്കുകയും സന്ദർശിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തന്നാട്ടെ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ, അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ അദൃശ്യമായ അനുഗ്രഹിക്കുന്ന കരം അവരുടെ മേൽ വെച്ച് ഇപ്പോൾ തന്നെ അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. എന്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. പരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരമേശ പരമരുളീശ നീ